പ്രഭാത ഭക്ഷണം ലതയും സുമയും ചേർന്നാണ് തയ്യാറാക്കിയത്. ഡൈനിങ് ടേബിളിന് മുന്നിൽ ലതയെല്ലാം നിരത്തി. സുമയും തുഹിനയും രാമോഹനെ കൊണ്ടുവന്നിരുത്തി. ബ്ലെയിൻ ഗെയിൻ അവശനിലയിൽ ഡൈനിങ് ടേബിളിൻ്റെ അരികത്ത് ഇരുന്നു. സുമ ഭക്ഷണം വിളമ്പി. തുഹിന ആവശ്യമുള്ളത് എടുത്തു കഴിച്ചു. ചായ രാമോഹൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹത്തിന് എടുത്തു കൊടുത്തുകൊണ്ട് സുമ പറഞ്ഞു, ഞങ്ങൾക്ക് ക്ഷേത്രം വരെ പോകണം. അതിനെന്താ, പോയിട്ട് വരൂ, രാമോഹൻ പറഞ്ഞു. സുമ കിച്ചണിലെത്തി ലതയോട് പറഞ്ഞു, മോളെ ലതേ, ഞങ്ങൾ ക്ഷേത്രം വരെ പോയിട്ട് വരാം. നീ കാപ്പി കുടിച്ചോ? ഇല്ല ചേച്ചി. എങ്കിൽ കാപ്പി കുടിച്ചിട്ട് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്, നീ എല്ലാം റെഡിയാക്കിക്കോ, അവൾ സുമയുടെ ചെവിയിൽ വന്ന് പറഞ്ഞു. വിനുവിൻ്റെ വീട്ടിലൊക്കെയാണോ ചേച്ചി പോണത്? എന്തിന്? സുമ ചോദിച്ചു. ഇന്നലെ ഇറങ്ങാൻ നിന്നതല്ലേ? അത് ശരി തന്നെ. അത് രണ്ടു മക്കളും ഒറ്റയ്ക്ക് പോകുന്നത് കണ്ടപ്പോൾ വീട്ടിൽ ചെന്ന് കണ്ടാൽ സമാധാനം ഉണ്ടായേനെ, അതാ. സുമയുടെ വാക്കുകൾ കേട്ട് അവൾ വലിയ ആരാധനയോടെ സുമയെ നോക്കി. സുമ പുറത്തിറങ്ങി. തുഹിന സ്കൂട്ടർ സ്റ്റാർട്ടാക്കി. അവൾ യാത്ര തിരിച്ചു. മുറ്റത്തു നിന്ന് ലതയെ നോക്കി ചിരിച്ചുകൊണ്ട് അവർ യാത്ര പുറപ്പെട്ടു. പോകും വഴി തുഹിന അമ്മയോടായി ചോദിച്ചു, സത്യത്തിൽ അമ്പലത്തിൽ തന്നെയാണോ അമ്മയെ പോകുന്നത്? ഇടി മോളെ, ഞാൻ കള്ളം പറഞ്ഞതല്ല. അടുത്തുള്ള മഹേശ്വരി ക്ഷേത്രത്തിൽ പോകണം. നമുക്ക് അച്ഛൻ്റെ രക്ഷപ്പെടൽ അത്ഭുതമാണെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? കാണിക്ക അർപ്പിച്ച് പ്രാർത്ഥിക്കണം. തുഹിന അമ്പല സമീപത്ത് സ്കൂട്ടർ നിർത്തി. ക്ഷേത്രാങ്കണത്തിൽ കയറി. ക്ഷേത്രത്തിലെത്തി അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു. സുമ ദൈവനിശ്ചയം നടക്കണേ എന്ന് പ്രാർത്ഥിച്ചു. മനസ്സിൽ വിചാരിച്ചത് വിപരീതമാണെങ്കിൽ എല്ലാം സഹിക്കാനുള്ള കരുത്തും നൽകണേ എന്നവൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചത് ദൈവം കേട്ടു എന്ന വണ്ണം ഒരു മണിയടി ശബ്ദം കേട്ടു. പ്രസാദം വാങ്ങി അവർ മടങ്ങും വഴി തുഹിന ചോദിച്ചു, അമ്മേ, അമ്മ എന്ത് പ്രാർത്ഥിച്ചു? വിചാരിച്ച കാര്യങ്ങൾ നടക്കണേ, അല്ലെങ്കിൽ സഹിക്കാനുള്ള കരുത്ത് തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാം ശരി. തിരിച്ച് വീട്ടിൽ പോകാനാണോ വിനീഷയുടെ വീട്ടിൽ പോകാനാണോ പ്ലാൻ? വിനീഷയുടെ വീട്ടിൽ പോകാം നമുക്ക്. ശരി, പോകാം. പോയിട്ട് എന്തിനാ? ഒക്കെ തീരുമാനിച്ചില്ലേ? തീരുമാനിക്കേണ്ടി വന്നു മോളെ. അമ്മ എന്ത് പറയുന്നു? സ്കൂട്ടർ ഒരു സൈഡിൽ നിർത്തിയിട്ട് അവൾ ചോദിച്ചു. നിന്റെ അച്ഛനെ സങ്കടപ്പെടുത്തിയതിന് പകരം നിഖില ഭർത്താവിനെ ഒഴിവാക്കുന്നു. നിന്നെ ഇഷ്ടപ്പെട്ട് ഗോവിന്ദ് അപ്പൂപ്പനെയും അമ്മൂമ്മയെയും അമ്മയെയും വീട്ടിൽ അയച്ചിരിക്കുന്നു. ഇതിനെല്ലാം ഉപരി അച്ഛന് സന്തോഷവുമുണ്ട്. എനിക്കും വിനുവിനും കുടുംബത്തിനും വിഷമമുണ്ടാകുമെന്ന് അമ്മ അറിയുന്നില്ല അല്ലേ? എത്ര ആഴ്ചകളാണ് അവർ രണ്ടാളും ആശുപത്രിയിൽ വന്നിട്ടുള്ളത്. വിനു എങ്ങനെയെല്ലാം അച്ഛനെ ശുശ്രൂഷിക്കാൻ തയ്യാറായി എന്നുള്ളതും മറന്നോ അമ്മേ? ഇല്ല മോളെ, മറന്നിട്ടില്ല. ഒരിക്കലും മറക്കുകയില്ല. പിന്നെ ഇവിടെ നടക്കുന്നതോ? ഞാൻ എന്ത് ചെയ്യണം? എന്തെങ്കിലും കേട്ടാൽ അമ്മ നരമ്പ് മുറിച്ച് ചാവാൻ തുടങ്ങും. അച്ഛൻ മദ്യം കഴിച്ച് കണ്ണില്ലെങ്കിലും ആര് എന്ത് കോപ്രായം പറഞ്ഞാലും മോളെ തള്ളിവിടും. മോൾക്ക് ഒരു മനസ്സുണ്ടെന്ന് അച്ഛനും കാണാൻ വയ്യ, അമ്മയ്ക്കും കാണാൻ വയ്യ എന്ന് തന്നെ പറയാം. രഘു അമ്മാവൻ പറഞ്ഞു കാണില്ലേ? പറഞ്ഞെങ്കിൽ അച്ഛൻ അത് എന്നോട് ചോദിക്കില്ലേ? അല്ലെങ്കിൽ വിനുവിനോട് ചോദിക്കില്ലേ? നിന്നോടൊന്ന് ചോദിക്കാത്ത സ്ഥിതിക്ക് അച്ഛൻ വിനുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? ഇല്ലമ്മേ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിനീഷ് അറിയുമായിരുന്നു. ഏത് മുഖത്തോടെ എന്ത് പറയാനാണമ്മേ വിനുവിൻ്റെ വീട്ടിൽ പോകുന്നത്? സുമയ്ക്ക് ദേഷ്യം വന്നു. അവർ പറഞ്ഞു, നീ എന്ത് ഭാവിച്ച അവനോട് മിണ്ടാതെ തന്നിഷ്ടത്തിന് നടന്ന് ആ പാവത്തിനെ സങ്കടപ്പെടുത്തിയത്? അതോ അത് ഞാൻ നിങ്ങളുടെ അടിമയല്ലേ? അത് എനിക്ക് ബോധ്യപ്പെട്ടു. എനിക്ക് എവിടെയെങ്കിലും പോയി പൊട്ടിക്കരയണം. വിനുവിൻ്റെ വീട്ടിൽ പോകണ്ടമ്മേ. മോളെ, പോകാതിരിക്കേണ്ട. പോയാൽ എന്താ കുഴപ്പം? ഒന്ന് മീനാക്ഷിയെയും കാണാം. അവരെ കൂടി വിഷമപ്പെടുത്താം. നമ്മളെ കാണുമ്പോൾ അവരെന്താണ് കരുതുക? തുഹിന ചോദിച്ചു. ഒന്നും കരുതൂല. മര്യാദയ്ക്ക് നീ വണ്ടി എടുക്ക്. വിനീഷയുടെ വീട്ടിലെത്തി. സുമ ആൾക്കൂട്ടം കണ്ട് ഞെട്ടി.